ഹലോ 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 ആരാ ആരാ അത്? പിന്നെയും കട്ടായി. ഹലോ ആരാ സംസാരിക്കുന്നത്? എന്താ പേര്? എവിടുന്ന് വിളിക്കുന്നത്? മണിക്കുട്ടനല്ലേ? അതെ അതെ. എന്തിനാ ഇത്ര ദേഷ്യം? അയ്യോ ഞാൻ ദേഷ്യപ്പെട്ടതല്ല. എന്റെ ഒരു ശൈലി ഇതാണ്. ഇങ്ങനെ സംസാരിക്കാനേ എനിക്ക് അറിയൂ. മണിക്കുട്ടന് ഞാൻ ആരാന്ന് മനസ്സിലായോ? ആരാന്ന് പറയാന്ന് വെച്ചാല് പിന്നെ ഈ ശബ്ദം കേട്ടിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. ഓ, അപ്പൊ എന്നെ മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ലെന്ന് ചോദിച്ചാല് ഒരു ക്ലൂ തരാമോ? വേണ്ട, മണിക്കുട്ടൻ എന്നെ മറന്നു. ഞാൻ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അല്ല, മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തമ്മിൽ വേറെ ബന്ധമൊന്നും ഇല്ലോ. കൊച്ചേ, കൊച്ചിന്റെ പേര് പറ. എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? ഇവിടെ ഇരിക്കുകയായിരുന്നാ? അല്ല, ഇവിടെ ഇരിക്കുക. ഷേവ് ചെയ്യാ മോളെ. ഷേവ് ചെയ്യായിരുന്നാ? ആ, ഷേവ് ചെയ്തോണ്ടിരുന്നാ. ഓ, അങ്ങോട്ട് വരെ വരെ ചുള്ളനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോളെ, ഈ അപ്പുറത്ത് എവിടെങ്കിലും പോയി ചെന്നിരിക്കും. മാമന് ഇച്ചിരി അത്യാവശ്യം ഉണ്ടായിരുന്നേ. ആ, മാമന്റെ പണി നടക്കട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അതിനിപ്പോ എന്ത്? അല്ല, അങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ല. മോള് പിന്നെ ഈ ടെറസിന്റെ വെളിയിൽ പോയിരിക്കും, കാറ്റ് കൊള്ളാം. ഇവിടെ നല്ല കാറ്റുണ്ടല്ലോ മാമ. അത്രയും കാറ്റ് മേളില് എനിക്ക് വേണ്ട. ഇവിടുത്തെ കാറ്റ് അത്ര ശരിയല്ല മോളെ. ഇവിടുത്തെ കാറ്റിന് എന്ത് കുഴപ്പം? നീ അപ്പുറത്തെങ്ങാനും പോയിരുന്നു കാറ്റ് കൊള്ളത്. എനിക്ക് വേറെ അത്യാവശ്യമായിട്ട് കാര്യങ്ങളുണ്ട് വെച്ചേ. അതിനെന്ത് മാമ? അതിന് ഒരു കാര്യം ചെയ്യേ. അവന് ഭയങ്കര ദാഹം. ഇച്ചിരി വെള്ളം എടുത്തോണ്ടോ, അടുക്കളയിൽ പോയി. വെള്ളം എടുത്തോണ്ടോ മാമ? വെള്ളമല്ലേ ഇവിടെ ഇരിക്കണേ? ഇത് പച്ചവെള്ളമല്ലയോ? എനിക്ക് ചൂടാക്കിയ തണുത്ത വെള്ളം വേണം. തൽക്കാലം ഇത് കൂടി മാമ. അത് കുടിച്ചാൽ ശരിയാകത്തില്ല. എനിക്ക് ചൂടാക്കിയ തണുത്ത വെള്ളം വേണം. അല്ല, എനിക്കൊരു ഇച്ചിരി വെള്ളം വേണമെന്ന് പറഞ്ഞ കൊണ്ടുവരാൻ ഈ വീട്ടിൽ ആരും ഇല്ലല്ലോ. വേണ്ട, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഹലോ ഹലോ. ശബ്ദം കേട്ടത് മോളുടെ ആണോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്റെ പെങ്ങടെ മോളാ, പെങ്ങടെ മോള്. അതെന്താ ഇതുവരെ കല്യാണം കഴിക്കായിരുന്നത്? അങ്ങനെ ചോദിച്ചാ കല്യാണം ഇതുവരെ ഒന്നും ഒത്തു വന്നുമില്ല കൊച്ചേ. അത് ശരിയാ. മണിക്കുട്ടന്റെ സൗന്ദര്യത്തിനും കഴിവിനനുസരിച്ചൊരു പെൺകുട്ടിയെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. അങ്ങനൊന്നുമില്ല. അല്ല, കൊച്ച ഏതാ? എനിക്ക് മനസ്സിലായാലും പേര് പറ. ഞാൻ തന്നെ. ഞാനെന്ന് പറഞ്ഞ എന്റെ ഈ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. ശരി, ഞാനൊരു ക്ലൂ തരാം. മയ്യനാട് ഹൈസ്കൂൾ 9B. മയ്യനാട് ഹൈസ്കൂൾ 9B. പിടികിട്ടി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മറ്റേ ചെരങ്ങ് വന്ന് ചൊറി വന്നിട്ട് പഠിത്തം നിർത്തിപ്പോയ ഗിരിജയല്ലയോ? ഓ, അപ്പൊ ഗിരിജയെ മാത്രമേ ഓർമ്മയുള്ളല്ലേ? ഒന്നും പറയണ്ട. കാളവണ്ടിക്കാരനെ ഔസേപ്പച്ചായന്റെ മോളല്ലയോ ജസീന്ത? ജസീന്റെയും കുസീന്റെയും ഒന്നും അല്ല. ഒന്ന് നന്നായിട്ട് ഓർത്തു നോക്കിയേ. പിന്നാരാ? പിന്നെ
കാര്യം പറ കൊച്ചേ. ഓ ജസീന്ത, ഗിരിജ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ടല്ലോ. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ ഫോൺ വെക്കുവാ. വെക്കുകയാണോ? വെച്ച്. ആ, ജസീന്ത അല്ല, ഗിരിജയല്ല. അപ്പൊ പിന്നെ ആരായിരിക്കും 9ാം ക്ലാസ്സിൽ മയ്യനാട് ഹൈസ്കൂളിൽ പഠിച്ചത്? ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.